ഹായ് കൂട്ടുകാരെ, വേസ്റ്റാക്കി കളയുന്ന വൈറ്റ് കളറിലുള്ള സ്പോഞ്ച് ഷീറ്റ് കൊണ്ട് 2 ക്രിസ്മസ് DIY ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഞാനിന്ന് കാണിക്കുന്നത്. ഞാൻ ദാ ഇതുപോലെ സ്പോഞ്ച് ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഐഡിയ എന്താണെന്ന് കണ്ടാലോ. അതിനായിട്ട് ഒരു ടേപ്പ് എടുത്തിട്ട് 6 ഇഞ്ച് അളവിന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ഒരു സ്പോഞ്ച് ഷീറ്റ് അത്യാവശ്യം നല്ല നീളത്തിലുള്ള ഒരു സ്പോഞ്ച് ഷീറ്റാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിന് നമുക്കിതിനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ട്രെയിറ്റിന് അങ്ങനെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്ര നീളത്തിൽ ഇല്ലയെന്ന് കരുതിയിട്ടും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ള സ്പോഞ്ച് ഷീറ്റ് എത്രയാണോ നീളത്തിൽ വരുന്നത് ആ ഒരു നീളത്തിൽ തന്നെ എടുത്താൽ മതിയാവും. ഇനി ഈ ഒരു സ്പോഞ്ച് ഷീറ്റിനെ നമുക്കിതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിനെ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അതിന് മുന്നേ നമുക്ക് ഇതിനെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇത്രയും ഒരു ഗ്യാപ്പിന് ഇതിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ഇത്രയും നീളത്തിലും ഈ ഒരു ഡിസൈനിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അങ്ങനെ തന്നെ ഒന്ന് വെച്ച് ഫോൾഡ് ചെയ്ത് ജോയിൻറ്റ് ചെയ്തെടുക്കണം. ഈ ഒരു രീതിക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കതിൻ്റെ ഒരു ഫസ്റ്റിലുള്ള ആ ഒരു പോർഷനിലോട്ട് ഗ്ലൂ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അടുത്ത പീസ് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കൂടാതെ തന്നെ ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് നമുക്കൊരു 4-5 ലെയർ എക്സ്ട്രാ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ, നമ്മുടെ ഫസ്റ്റിലത്തെ വർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനൊന്ന് ഒട്ടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു രീതിക്ക് നമുക്ക് എക്സ്ട്രായും കൂടെ ചെയ്തെടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ കൂടെ കാർഡ്ബോർഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇത് വളരെ തിന്നായിട്ടുള്ള കാർഡ്ബോർഡ് പീസാണ്. നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്ററിൻ്റെയൊക്കെ ആ ഒരു തിക്നെസ്സിനുള്ള ഒരു കാർഡ്ബോർഡ് പീസാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കൊരു കറക്റ്റ് സ്ക്വയർ ഷേപ്പ് കിട്ടുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കോൺ ഷേപ്പിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ചുറ്റിച്ചെടുക്കാവേ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഹൈറ്റുള്ള കോൺ ഷേപ്പ് കിട്ടണമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ കാർഡ്ബോർഡ് പീസ് വെച്ചിട്ട് ഞാൻ ഈ ഒരു രീതിക്കൊന്ന് ചുറ്റിച്ച് എടുത്തിട്ട് അവിടെ ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഉള്ള എല്ലാ വശത്തും ഗ്ലൂ വെച്ച് കൊടുത്താൽ ഇത് കറക്റ്റിന് ആ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഒട്ടിച്ച് എടുക്കാം. ഇനി ഇതിൻ്റെ താഴെയായിട്ടുള്ള ആ ഒരു വക്കുണ്ടല്ലോ, അവിടെ സ്ട്രെയിറ്റിനൊന്ന് കുത്തി നിർത്തിയാൽ സ്ട്രെയിറ്റിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ എക്സ്ട്രാ പീസ് താഴത്തുള്ളതും കൂടി കറക്റ്റ് റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തൊന്ന് മാറ്റി കൊടുക്കാവേ. ഇതിപ്പോൾ കറക്റ്റാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഒന്ന് ഹൈറ്റ് കുറച്ചും കൂടി കിട്ടാനായിട്ട് ഒരു ചെറിയൊരു കോൺ ഷേപ്പും കൂടി ഞാൻ വേറൊരു പേപ്പറിൽ ഇതുപോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിനെ കൂടി ഒന്ന് വെച്ച് ഇതിൻ്റെ കൂടെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടി കട്ടിയുള്ള ചാർട്ട് പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് വലിയ കോൺ ഷേപ്പ് ഇതിൽ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അതല്ലെങ്കിൽ ഇതുപോലെ മെത്തേഡായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഞാൻ നേരത്തെ തന്നെ ചെയ്ത് വെച്ചിരുന്ന ഈ സ്പോഞ്ച് ഷീറ്റ് ഡിസൈൻ ചെയ്തിരുന്നില്ലേ, അത് ഓരോ പീസായിട്ട് നമുക്ക് എടുക്കാം. ഇനി അതിലേക്ക് ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുമ്പോൾ ഈ ഓരോ വശത്തും ഇതുപോലെ ഗ്ലൂ വെച്ച് കൊടുത്ത് തന്നെ ചുറ്റിച്ചെടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഫൈനലി ചെയ്ത് വരുമ്പോൾ ഇടയ്ക്കുള്ള ആ ഒരു പോർഷനൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങി ഒക്കെ നിൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു രീതിക്ക് തന്നെ ഗ്ലൂ കൂടെ വെച്ച് കൊടുത്ത് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതുപോലെ ചുറ്റിച്ച് കഴിഞ്ഞ് എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലെയറായിട്ട് അതിൻ്റെ തൊട്ട് മുകളിൽ കൂടി ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ കോൺ ഷേപ്പ് ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ താഴത്തെ ആ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഭാഗങ്ങളൊന്നും കാണാത്ത രീതിയിൽ മറഞ്ഞു നിൽക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു ഡിസൈൻ സ്പോഞ്ച് ഷീറ്റ് ചുറ്റിച്ചെടുക്കണം. അപ്പോഴാണ് അതിന് ശരിക്കും ഒരു ഭംഗി ഉണ്ടാവുക. അപ്പോൾ ഓരോ പീസ് ഞാൻ ചെയ്ത് വച്ചിരുന്നത് ഇതിലോട്ടൊന്ന് എടുത്തിട്ടുണ്ട്. ഈ രീതിക്ക് നമുക്ക് ചുറ്റിച്ചു കൊടുക്കാം. വളരെ ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട്. ഈ കോൺ ഷേപ്പിലോട്ട് ജസ്റ്റ് ഇത് ഫുള്ളായിട്ടൊന്നും ചുറ്റിച്ചെടുത്താൽ മതിയാവും. ഈ ഒരു സ്പോഞ്ച് ഷീറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എളുപ്പം ഡിസൈൻ ചെയ്തെടുക്കാനും എളുപ്പമാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഹാർഡ്വെയർ ഐറ്റംസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന അതിൻ്റെ കൂടെയുള്ള സ്പോഞ്ച് ഷീറ്റാണ് കേട്ടോ. ഇതിപ്പോൾ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഷോപ്പിൽ നിന്നും വാങ്ങിയ സ്പോഞ്ച് ഷീറ്റൊന്നും അല്ല. സ്പോഞ്ച് ഷീറ്റ് ഷോപ്പിലും അവൈലബിളാണ്. പല കളേഴ്സിലുള്ള സ്പോഞ്ച് ഷീറ്റെല്ലാം അവൈലബിളാണ്. അപ്പോൾ ഇതുപോലെ ഇത്രയും പോർഷൻ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇത് ഫുള്ളായിട്ടും തന്നെ ഒട്ടിച്ചെടുക്കണം. അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു ഏകദേശം എന്താണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. നമ്മുടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള വൈറ്റ് കളറിലുള്ള ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഫുള്ളും ഒന്ന് ചുറ്റിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഗ്ലൂവും കൂടെ വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം ഞാൻ ഇത്രയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു രണ്ടാമത് ഞാൻ വെച്ച് കൊടുത്ത ആ കോൺ ഷേപ്പിൻ്റെ ആ ഒരു ഭാഗത്തോളം കൂടി മാത്രമേ എക്സ്ട്രാ നിൽക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ക്രിസ്മസ് സ്പെഷ്യലായിട്ട് സ്വന്തമായിട്ട് വീട്ടിൽ നമുക്ക് തന്നെ ക്യൂട്ടായിട്ടുള്ള ഈ ഐഡിയാസ് ചെയ്തെടുത്താൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒത്തിരിയേറെ ഇഷ്ടമാവും. ഒത്തിരി കാശ് ചിലവാക്കി നമുക്ക് ഇതുപോലുള്ള ക്രിസ്മസ് ട്രീസ് ഷോപ്പിൽ നിന്ന് വാങ്ങേണ്ടെന്ന് ആവശ്യവും വരത്തില്ല. അപ്പോൾ ഏകദേശം ഇത്രയും തന്നെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് എക്സ്ട്രാ പീസും കൂടെ ഉള്ളൂ, അവിടെയും കൂടി നമുക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 4-5 ഓളം പീസാണ് കേട്ടോ ഈ സ്പോഞ്ച് ഷീറ്റ് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തത് ആയിട്ടുള്ളത്. നമുക്ക് എത്ര വേണോ ഹൈറ്റ് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല ഹൈറ്റിന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ കുറച്ച് ഡിസൈനിങ് കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം. വേറൊന്നുമല്ല, ഞാനിതിലേക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഒന്ന് അവിടെ ഇവിടെ ആയിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ വൈറ്റ് കളറിലുള്ള ക്രിസ്മസ് ട്രീക്ക് നല്ലതുപോലെ കോമ്പിനേഷൻ ആവുന്നത് ഒരു ഗോൾഡൻ കളർ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഗോൾഡൻ കളറിലുള്ള ബീഡ്സ് എടുത്തിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് സ്റ്റാർസ് ഗ്ലിറ്റർ ഫോം ഷീറ്റിലൊക്കെ സ്റ്റാറുകൾ ഗോൾഡൻ കളറിലുള്ള ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ സ്റ്റാർ കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റാറിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതിലോട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്കായിട്ടൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അതായാലും ഭംഗിയായിരിക്കും കേട്ടോ. ഇപ്പം ഞാനിതിലോട്ട് ഈ ഒരു ഗോൾഡൻ്റെ കളറിലുള്ള മുത്താണ് ഫുള്ളും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കുഞ്ഞ് സ്റ്റാറും കൂടി ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് ട്രീ റെഡിയാണ്. അപ്പോൾ ഞാൻ ഈ വെറുതെ പാഴാക്കി കളയുന്ന നമ്മുടെ വൈറ്റ് ഫോം ഷീറ്റിൽ നിന്നുണ്ടാക്കിയ ഈ ക്യൂട്ട് ക്രിസ്മസ് ട്രീ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പുതിയ കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനെല്ലാം ഇത്തവണ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായ ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഐഡിയ എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ സെക്കൻഡ് ഐഡിയയ്ക്കായിട്ട് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു റൗണ്ട് ഷേപ്പ് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി ആ റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇത് നമുക്ക് കറക്റ്റായിട്ട് അതിനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാവേ. റൗണ്ട് ഷേപ്പിലോട്ട് ഇനി നമുക്കിത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള വേസ്റ്റ് തുണിയാണ് കേട്ടോ അതൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇതൊരു സാറ്റിൻ്റെ വേസ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ളൊരു തുണിയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ തന്നെ ആ ഒരു ക്ലോത്തിൻ്റെ പീസെല്ലാം കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വൈറ്റ് ഫോം ഷീറ്റ് എടുക്കാം, സ്പോഞ്ച് ഷീറ്റ് അതെടുത്തിട്ടുണ്ട്. ഇനി ആ സ്പോഞ്ച് ഷീറ്റും ആ ഒരു റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിരുന്ന സ്പോഞ്ച് ഷീറ്റിനെ ഇതുപോലെ നമുക്ക് 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഇതിനെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് ഒരു ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സെൻറ്ററിൽ നമുക്ക് ഒരു ഹോളായിട്ട് കിട്ടും. ഇനി അതിൻ്റെ സൈഡിലെല്ലാം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതിൻ്റെ ആ ഓരോ പീസും വൺ സൈഡ് ചരിച്ചൊന്ന് ഫസ്റ്റിലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവേ. അതിനുശേഷം നമുക്കതിൻ്റെ അടുത്ത സൈഡും കൂടി ഒന്ന് തിരിച്ച് പിടിച്ച് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ സ്റ്റാറിൻ്റെയൊക്കെ ഷേപ്പിൽ ആയി കിട്ടിയിട്ടുണ്ട്, നടുക്ക് ഇതുപോലെ ഹോളുള്ള ടൈപ്പിൽ. ഇനി അത് നമുക്ക് ഈ ഒരു ക്ലോത്ത് എൻ്റെ പീസ് വെച്ച് ഒട്ടിച്ചിരുന്ന കാർഡ്ബോർഡ് പീസിലോട്ടൊന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാനിതിവിടെ കുറച്ച് ഗ്ലൂവും കൂടെ വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് കുറച്ചും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഗോൾഡൻ കളറിലുള്ള ഗ്ലിറ്റർ ഷീറ്റാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ ഞാനൊന്ന് ഒരു ചെറിയ സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ട്
അതിനെ ഇതുപോലെ ഒന്ന് കോൺ ഷേപ്പിലോട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇപ്പോൾ ഒരു സ്റ്റാർ ഷേപ്പാണ് കേട്ടോ ഞാനൊന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉള്ള ആ ഒരു അത്രയും സ്പേസിലൊരു കുഞ്ഞ് സ്റ്റാർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാനായിട്ട് പാടായതുകൊണ്ട് ഞാനിതുപോലെ കോൺ ഷേപ്പിലുണ്ട് കട്ട് ചെയ്ത് എടുത്ത് ഒട്ടിച്ചു കൊടുത്തതേ. അങ്ങനെ ഞാനൊരു 8 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണേ. ഇതുപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിൽ തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു കോൺ ഷേപ്പിൽ കട്ട് ചെയ്തിരുന്ന ഗ്ലിറ്റർ ഫോം ഷീറ്റും കൂടെ സ്പോഞ്ച് ഷീറ്റും കൂടെ രണ്ടും കൂടി ഒന്ന് വെച്ച് ഒട്ടിച്ചെടുത്തിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് ചേർന്നിരിക്കുന്ന രീതി, 2 റൗണ്ട് ഷേപ്പും കൂടി ചേർന്ന് ജോയിൻ്റ് ആയിരിക്കുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലായിട്ട് അല്പം ഗ്ലൂവും കൂടെ വെച്ച് കൊടുത്ത് എല്ലാ പീസും ജോയിൻ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊരു ഡിസൈനും കൂടിയാവും, കൂടാതെ തന്നെ അത് എല്ലാ പീസും ഒന്ന് ജോയിൻറ്റും കൂടി ചെയ്തെടുക്കാനുള്ളൊരു മെത്തേഡും കൂടിയാണേ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഒരു ചെറിയ 2 കുഞ്ഞ് ബെൽസും കൂടി ഇതുപോലെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹാങ് ചെയ്യാനായിട്ട് ഇതുപോലൊരു ഗോൾഡൻ്റെ ത്രെഡും കൂടെ വെച്ചിട്ട് പുറകിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ക്രിസ്മസ് ഹാപ്പി ക്രിസ്മസും കൂടി സെൻറ്ററിൽ വെച്ചെടുത്താൽ ഈ ഒരു DIY സൂപ്പറായിട്ടില്ലേ കാണാൻ. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്രിസ്മസിൻ്റെ ഒന്ന് ഇതൊക്കെ സെറ്റ് ചെയ്തെടുത്താൽ കിടുമായിരിക്കില്ലേ. ഈ 2 ക്യൂട്ട് DIYസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക്